I'm just sitting here. I got time. It's clear to see from up here. The world's ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് വരട്ടിയത് റെസിപ്പി ആയിട്ടാണ്. 1 കിലോ ബീഫ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഗ്ലാസ് വാട്ടർ, 4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. അടുത്തായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. 15 ചുവന്നുള്ളി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതൊരു സൈഡിലേക്ക് വെക്കാം. ഒരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായ എണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക്, 2 പിഞ്ച് ഉലുവ, 4 വറ്റൽമുളക്, 3 തണ്ട് കറിവേപ്പില. ഇതിലേക്ക് ഒരു വലിയ സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി, നമ്മൾ ആദ്യമേ ബീഫിൽ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പെരുംജീരകം. 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബീഫ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം. ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി വരണം. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 3 തണ്ട് കറിവേപ്പില. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 5 മിനിറ്റ് കൂടെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരോട് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇളക്കി യോജിപ്പിക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാം. അപ്പോൾ ഈ ബീഫ് വരട്ടിയത് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ. ബൈ.